രാവിലെ നമുക്ക് നല്ല ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും മുട്ട പുഴുങ്ങിയതൊക്കെയാണ്. ഞാൻ കംപ്ലീറ്റ്ലി റിക്കവേർഡ് ഒന്നും ആയിട്ടില്ല. ഇപ്പോഴും നല്ല വയ്യായ്കയൊക്കെ ഉണ്ട്. കുറച്ച് നേരം നിന്ന് എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേന് നല്ല ക്ഷീണം വരും. പക്ഷേ എന്നാലും ഇപ്പോൾ വർക്കൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കുറച്ച് ദിവസം കൂടെ ലീവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു പണിയൊക്കെ ചെയ്തിട്ട് പോയി കുറച്ച് നേരം അങ്ങ് കിടക്കും. അങ്ങനെ ഒരു വിധത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. പിന്നെ ചേട്ടനും കുറേ ജോലിയൊക്കെ ചെയ്യും കേട്ടോ. ഇപ്പോൾ പാത്രം എടുക്കുന്നതാണെങ്കിലും വീട്ടിൽ തൂക്കുക, തുടയ്ക്കുക, കൊച്ചുങ്ങളുടെ കാര്യം നോക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്താ പറയുന്നത്, അവിടെ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്താണെങ്കിലും ശരിക്കും ഞാനും ചേട്ടനും പിള്ളേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് ഒരുപാട് നല്ല നമുക്ക് സമാധാനമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നും നല്ല ഇതുപോലൊരു ചക്കര മനുഷ്യനെയാണല്ലോ ഈശ്വര എനിക്ക് ഭർത്താവായിട്ട് കിട്ടിയത്. എൻ്റെ ഭാഗ്യമാണ്, എൻ്റെ പുണ്യമാണ്, ഇതിൻ്റെ ചക്കരയാണ് എൻ്റെ ഭർത്താവ് എന്നൊക്കെ ഞാൻ വിചാരിക്കും. പക്ഷേ ഇങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഫോണിൽ കുത്തുമ്പോഴത്തേക്കിനെ എന്തെങ്കിലുമൊക്കെ റീൽ കാണുമല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഈ തൃശ്ശയുടെയും വിജയുടെയൊക്കെ റീൽ കാണുമല്ലോ. അങ്ങനത്തെയൊക്കെ റീൽ കണ്ടുകഴിയുമ്പോൾ പിന്നെ എനിക്കങ്ങ് ദേഷ്യം വരും. എനിക്ക് രക്തം തിളയ്ക്കും. പിന്നെ ഞാനൊരു നാഗവല്ലിയായി മാറും. എന്തിനു വേണ്ടിയാണ് ഞാൻ നാഗവല്ലിയാണെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ റിലേറ്റഡ് ടു ആരൊക്കെയോ ആണ്. പക്ഷേ എനിക്ക് ദേഷ്യം വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചേട്ടൻ്റെ മുഖം കാണുമ്പോൾ മുഖം പിടിച്ചൊരു ഒര വെച്ച് കൊടുക്കാൻ തോന്നും. അതുപോലെ എനിക്കങ്ങ് ദേഷ്യം വരും. ഇതിപ്പോൾ എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഈ സൈക്കോസിൻ്റെ വേറൊരു അവസ്ഥാന്തരം. അത് വേറെ ഏതെങ്കിലുമൊക്കെ ഭാര്യമാർക്ക് ഇങ്ങനെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഉച്ചക്കത്തേക്കിന് നമുക്ക് മീൻ വറുത്തതും ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ട്. അതൊക്കെ ആവുമ്പോഴത്തേക്കിനും നമുക്ക് പിള്ളേർക്ക് തൽക്കാല വിശപ്പടങ്ങാൻ ഈ മുന്തിരിങ്ങയും കൂടെ കൊടുക്കും.